സ്മാരക ട്രസ്റ്റും COAയും സംയുക്തമായി കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്ഥാപിച്ച സ്മാർട്ട് ക്ലാസ് റൂം നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. പ്രധാന വാർത്തകൾ. NHN സ്മാരക ട്രസ്റ്റും COAയും സംയുക്തമായി സ്ഥാപിച്ച സ്മാർട്ട് ക്ലാസ് റൂം നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം രണ്ടാം വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണെന്ന് സ്പീക്കർ. കാസർകോട്ടെ മാധ്യമ സമൂഹം മുൻപേ പറക്കുന്ന പക്ഷിയാണെന്നും മാധ്യമപ്രവർത്തകർ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറണമെന്നും നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GST മൂലം വ്യാപാരികൾ ജയിലിൽ പോകേണ്ട അവസ്ഥയായെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസിറുദ്ദീൻ. GSTയുടെ മറവിലുള്ള വ്യാപകമായ കടപരിശോധന എതിർക്കുമെന്നും നസിറുദ്ദീൻ. പാചകവാതക സബ്സിഡി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രവർത്തകർ അടുപ്പുകൂട്ടി സമരവും AIYF പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും നടത്തി. കടനാടിപ്പാറയിലെ ബോക്സൈറ്റ് ഖനനവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാപുര കമ്പനി. സംസ്ഥാന സർക്കാരിന് ഖനനത്തോട് എതിർപ്പില്ലെന്ന് കമ്പനിയുടെ വാദം. ആഗസ്റ്റ് 5 നടത്തുന്ന പൊതു തെളിവെടുപ്പ് തടയുമെന്ന് ജനകീയ സമിതിയുടെ മുന്നറിയിപ്പ്. മംഗൽപാടി സർക്കാർ ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് പൗരസമിതി പ്രവർത്തകർ. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. COA സംസ്ഥാന പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണാർത്ഥം കാസർഗോഡ് കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരുക്കിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം രണ്ടാം വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണെന്ന് സ്പീക്കർ അഭിപ്രായപ്പെട്ടു. NHN സ്മാരക ട്രസ്റ്റ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, SSA, സ്കൂൾ PTA എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത്. 2 ലക്ഷത്തോളം രൂപ ചിലവിട്ട ക്ലാസ് റൂമിൽ കമ്പ്യൂട്ടർ, പ്രൊജക്ടർ, സൗണ്ട് സിസ്റ്റം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂം വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കാനെത്തിയ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന് വിദ്യാർത്ഥികൾ അത്യന്തം ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത്. നാട്ടുകാരുടെ പങ്കാളിത്തം കൊണ്ട് ഉത്സവ പ്രതീതി ഉണർത്തിയ ചടങ്ങിൽ സ്പീക്കർ ഡിജിറ്റൽ ക്ലാസ് റൂം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. പൊതുവിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്താനുള്ള രണ്ടാം ഘട്ട വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ കാലത്ത് കേബിൾ TV മേഖലയിൽ നിന്നുള്ള ഇത്തരമൊരു ഇടപെടൽ അഭിനന്ദനാർഹവും അസാധാരണവുമാണെന്ന് സ്പീക്കർ അഭിപ്രായപ്പെട്ടു. ഡെവലപ്മെന്റ് ജേർണലിസം എന്നൊക്കെ യൂറോപ്പിൽ അറിയപ്പെടുന്ന ഉത്തരവാദിത്തപൂർണമായ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്കൂളിൽ ഒരു ഹൈടെക് ക്ലാസ് മുറി ഉണ്ടാക്കാൻ ദൃശ്യമാധ്യമങ്ങളുടെ ഈ ഒരു കൂട്ടം തീരുമാനിക്കുന്നത്. അത് അങ്ങേയറ്റം അസാധാരണമായ ഒരു മുൻകൈയാണ്. ആ മുൻകൈ നല്ല നിലയിൽ മനസ്സിലാക്കി മാധ്യമരംഗത്തെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഒരു ചുവടുവെപ്പായിട്ട്, ഒരു ദിശാസൂചകമായിട്ട് ഇത് മാറിത്തീരട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ടും MLA M. രാജഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം കേളു പണിക്കർ, COA സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലതീഷ് കുമാർ, സജീവ് കുമാർ, ജില്ലാ പ്രസിഡന്റ് സതീഷ് പാക്കം, സെക്രട്ടറി ലോഹിതാക്ഷൻ, സ്കൂൾ PTA പ്രസിഡന്റ് K. രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർകോട്ടെ മാധ്യമ സമൂഹം മുൻപേ പറക്കുന്ന പക്ഷിയാണെന്ന് നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. സമൂഹ മാധ്യമങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുമെന്നും മാധ്യമപ്രവർത്തകർ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട്ടെ മാധ്യമ സമൂഹം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുൻപേ പറക്കുന്ന ഒരു പക്ഷിയായി മാറിയിരുന്നു. ചെറിയൊരു കാര്യമല്ല. ഇവിടുത്തെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു സ്കൂളിൽ ഹൈടെക് ക്ലാസ് മുറി ഉണ്ടാക്കാൻ മാധ്യമങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്നത് അങ്ങേയറ്റം അഭിനന്ദനീയമാണ്, ഒരു തരത്തിൽ അസാധാരണവുമാണ്.
ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിൽ ഏറെ മുന്നേറാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയും നിലവാരവും മെച്ചപ്പെടുത്താനുള്ള രണ്ടാം ഘട്ട വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ഭാഗത്താണ് നമ്മൾ. വിദ്യാസമ്പന്നർ എന്നതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ ആരോഗ്യകരമാണ്. അതേസമയം മാധ്യമപ്രവർത്തകർ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ജനപ്രതിനിധികളുടെയോ നേതാക്കന്മാരുടെയോ വാക്കുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണം. സമൂഹം മാധ്യമങ്ങൾക്ക് നൽകുന്ന ആദരവും അംഗീകാരവും മാധ്യമങ്ങൾ തിരിച്ചു നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാധ്യമങ്ങളെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോട് തിരിച്ചും ആ വിശ്വാസ്യത പുലർത്താനുള്ള ബാധ്യത കൂടി നമ്മൾ ഏറ്റെടുക്കണം. ആ ബാധ്യത ഏറ്റെടുക്കണമെങ്കിൽ അല്പം കൂടി ഗൗരവമായ രീതിയിൽ അത് പരിശോധിക്കാൻ വേണ്ടി തയ്യാറാണ്. വീണ് കിട്ടുന്ന ഒരു വാക്കിനെ പിടിച്ച് ഒരു ഹിമാലയം പോലെയുള്ള വാർത്ത സൃഷ്ടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അന്വേഷിക്കണം. കേരളത്തിൽ വികസന രംഗത്ത് ഒരു പൊതു സമവായം ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളം വളരെയധികം പുറകിൽ പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. GST നിലവിൽ വന്നതോടെ വ്യാപാരികൾക്ക് ജയിലിൽ പോകേണ്ട അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസീറുദ്ദീൻ. GSTയുടെ മറവിൽ കടകൾ കയറിയുള്ള പരിശോധന തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. അകാരണമായി കമ്പനി പിരിച്ചുവിട്ട് ബ്രിട്ടാനിയ ഡിസ്ട്രിബ്യൂട്ടർമാരെ പുനഃസ്ഥാപിക്കുന്നതുവരെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റുകൾ വ്യാപാരികൾ വിൽക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GST നിലവിൽ വന്നതോടെ ഏറെ ആശങ്കയിലായത് വ്യാപാരികളാണ്. അധികൃതർ കടകൾ കയറി പരിശോധന കർശനമാക്കിയതോടെ വ്യാപാരികൾക്ക് തിരിച്ചടിയായി. ഇടവിട്ടുള്ള പരിശോധന മൂലം ഏറെ ബുദ്ധിമുട്ടുകളാണ് വ്യാപാരികൾ സഹിക്കുന്നതെന്നും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ടി നസറുദ്ദീൻ പറഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാട് നന്നാക്കുക എന്ന് പറഞ്ഞ റോഡ് വികസനമാണ് തെറ്റിദ്ധരിക്കുന്ന ചിലരുണ്ട്. സ്വിറ്റ്സർലൻഡിൽ 40 മീറ്റർ 50 മീറ്റർ റോഡില്ല. ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള രാജ്യമായി തീർന്നു. ഇവിടെ റോഡ് വീതി കൂട്ടിയ എല്ലാമായി എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ 30 കൊല്ലമായി ദേശീയപാത 17 വീതി കൂട്ടുന്ന സംരംഭമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ നിന്ന് കച്ചവടം ചെയ്ത കച്ചവടക്കാർ അനിശ്ചിതത്വത്തിലാണ്, വീട്ടുകാർ അനിശ്ചിതത്വത്തിലാണ്, എല്ലാവരും അനിശ്ചിതത്വത്തിലാണ്. ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ 30 മീറ്റർ 45 മീറ്റർ 60 മീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും കാതലായ നടപടികളൊന്നും എടുക്കുന്നില്ല. കച്ചവടക്കാരന് ദേശീയപാത വികസന സമയത്ത് ഒഴിഞ്ഞു പോകുക എന്നല്ലാതെ വേറൊരു നിർവാഹവുമില്ല. അത് നേരിടാൻ വേണ്ടി സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. വർഷങ്ങളായി വിതരണ വ്യാപാരികളായിരുന്ന ബ്രിട്ടാനിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കമ്പനി അകാരണമായി പിരിച്ചുവിട്ടത് ശരിയല്ല. ഇവരെ പുനഃസ്ഥാപിക്കുന്നതുവരെ ബ്രിട്ടാനിയ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് സംഘടിപ്പിച്ച സമരപ്രഖ്യാപന യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് തയ്യിൽ, ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ്, സംസ്ഥാന സെക്രട്ടറി കെ സേതുമാധവൻ, മാഹിൻ കോളിക്കര, AK മൊയ്തീൻകുഞ്ഞി, ഗിരീഷ് ചീമേനി, പൈക്ക അബ്ദുള്ള കുഞ്ഞി, കെ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പാചകവാതക സബ്സിഡി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. അതേസമയം AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. ഇല്ലാതാക്കാൻ നോക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയെ, കേന്ദ്ര സർക്കാർ നടപടിയെ, കേന്ദ്ര സർക്കാർ നടപടിയെ. പാചകവാതക സബ്സിഡി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് അടുപ്പുകൂട്ടൽ സമരം സംഘടിപ്പിച്ചത്. പരിപാടി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീർ ഉദ്ഘാടനം ചെയ്തു. ഈ 2018 മാർച്ചോടുകൂടി ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകി വരുന്ന പാചകവാതകങ്ങളുടെ സബ്സിഡി പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ്. ജൂൺ മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ എല്ലാ മാസവും ഗ്യാസ് സിലിണ്ടറിന് 4 രൂപ വീതം കൂട്ടിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് ഹീനമായ രീതിയിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രയാസത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. സാഫിർ ആസിഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സമീന മുജീബ്, നൈമുനിസ, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് സാഹിന സലീം, TN ഇക്ബാൽ, ആരിസ് പട്ല, മൻസൂർ മല്ലത്ത്, അനാസ് എതിർത്തോട്, റഷീദ് തെക്കിൽ തുടങ്ങിയവർ സംബന്ധിച്ചു.
അതേസമയം ഗ്യാസ് സബ്സിഡി നിർത്തലാക്കുന്നതിനെതിരെ AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാസാമാസം ഓരോ സിലിണ്ടറിനും 4 രൂപ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമാണ് ഇന്നലെ പാർലമെന്റിൽ ഇവിടെ പറഞ്ഞത്. ഈ തീരുമാനത്തിനെതിരായിട്ടാണ് AIYF ദേശവ്യാപകമായി ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ഇറങ്ങിയിട്ടുള്ളത്. രാജ്യവ്യാപകമായി AIYF മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പ്രസ്ഥാനങ്ങളും ഇന്ന് തെരുവിലാണ്. അത്തരത്തിൽ ഈ രാജ്യത്തെ കൊണ്ടു ചെന്നെത്തിക്കുന്നതിന് വേണ്ടി ആ തരത്തിൽ പ്രക്ഷോഭങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒരു കാര്യാലയമായി ഇന്ത്യ രാജ്യത്തെ മാറ്റുന്നതിന് ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിജു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അനിത രാജ്, പ്രദീപ് കൃഷ്ണൻ, MV അജിത്, രമേശൻ കണ്ണോത്ത്, ചന്ദ്രൻ അടുക്കം തുടങ്ങിയവർ സംബന്ധിച്ചു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കടലാടിപ്പാറയിൽ ബോക്സൈറ്റ് ഖനന നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാപുര കമ്പനി. സംസ്ഥാന സർക്കാരിന് ഖനനത്തോട് എതിർപ്പില്ലെന്നാണ് കമ്പനി വാദം. അതേസമയം മലിനീകരണ നിയന്ത്രണ ബോർഡ് ആഗസ്റ്റ് 5 നടത്തുന്ന പൊതു തെളിവെടുപ്പ് തടയുമെന്നാണ് ജനകീയ സമിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. എളമനം കരീം വ്യവസായ മന്ത്രിയായിരിക്കെയാണ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കടലാടിപ്പാറയിൽ ആശാപുര കമ്പനി ഖനനാനുമതി നേടിയത്. 200 ഏക്കർ ഭൂമിയിൽ നിന്നും പ്രതിവർഷം 8.786 ലക്ഷം ടൺ ബോക്സൈറ്റും അലുമിനിയം ലാറ്ററൈറ്റും ഉൽപ്പാദിപ്പിക്കാനായിരുന്നു അനുമതി. ജനകീയ സമരത്തെ തുടർന്ന് പിൻവാങ്ങിയ കമ്പനി വീണ്ടും ഖനന നീക്കം സജീവമാക്കുകയാണ്. ഖനനത്തോട് സർക്കാരിന് എതിർപ്പില്ലെന്നും മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ആശാപുര കമ്പനി പ്രതിനിധി അറിയിച്ചു. സർവേ നമ്പർ 198-ൽപ്പെട്ട റവന്യൂ ഭൂമി 30 വർഷത്തേക്കാണ് ആശാപുര കമ്പനിക്ക് നൽകിയത്. ജനകീയ സമരത്തെ മാനിച്ച് മുൻ മുഖ്യമന്ത്രിമാരായ VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഖനന നീക്കം അനുവദിച്ചിരുന്നില്ല. അതേസമയം ഓഗസ്റ്റ് 5 നടത്തുന്ന പൊതു തെളിവെടുപ്പ് ഉപേക്ഷിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാത്തപക്ഷം തെളിവെടുപ്പ് തടയാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് KCN. മംഗൽപാടി സർക്കാർ ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് പൗരസമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ആശുപത്രിയിലെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ നിരാഹാര സമരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മനുഷ്യാവകാശ പ്രവർത്തകൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. മംഗൽപാടി സർക്കാർ ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തുക, കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, മതിയായ ജീവനക്കാരെ നിയമിക്കുക, ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് നവീകരിക്കുക, ട്രോമ കെയർ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മംഗൽപാടി പൗരസമിതി പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ ഏകദിന നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. സ്ത്രീകളടക്കം 100 കണക്കിന് നാട്ടുകാർ സമരത്തിന് അഭിവാദ്യം നേർന്നു. മനുഷ്യാവകാശ പ്രവർത്തകൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കേണ്ടി വരുന്നത് എന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിനൊട്ടും അനുയോജ്യമല്ല, നാണക്കേടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിനുമുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് വെറുതെ യാചിക്കുന്ന ഒരു ആവശ്യമല്ല. മെഹമ്മൂദ് സീഗന്റടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KF ഇക്ബാൽ ഉപ്പള, ഗിരീഷ് പൊതുവാൾ, ഹിന്ദുസ്ഥാൻ മോനു, കൊട്ടാരം അബൂബക്കർ, മെഹമ്മൂദ് കൈക്കമ്പ, ഹമീദ് കോസ്മോസ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കുടുംബശ്രീ സമന്വയം ശില്പശാല സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല കളക്ടർ K. ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനാണ് സമന്വയം ശില്പശാല സംഘടിപ്പിച്ചത്. കളക്ടർ K. ജീവൻ ബാബു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പോലീസും കുടുംബശ്രീയൊക്കെ നേരിട്ടൊരു ബന്ധമുണ്ടാവില്ല. പക്ഷെ പോലീസിന് ഒരു ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അത് പോലീസിന്റെ ആളുകളൊക്കെ മാനേജ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. കാരണം അവർക്ക് പോലീസിന്റെ ഡ്യൂട്ടിയില്ല. പക്ഷെ അത് കുടുംബശ്രീക്ക് എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ വേറെ ഒരു പ്രവർത്തനം, ഇങ്ങനത്തെ ഒത്തിരിയേറെ കാര്യങ്ങൾ കുടുംബശ്രീ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ അകത്ത് നമ്മൾ നടപ്പിലാക്കണം. അപ്പോൾ ആ ഒരു അറിവ് കൃത്യമായിട്ട് മറ്റു വകുപ്പുകൾക്ക് പകർന്നു നൽകുന്നതിന് കുടുംബശ്രീയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും കൂടുതൽ എന്താണ് പറയുന്നത് കർമ്മകുശലത്തോടുണ്ട്. കാരണം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉള്ളതെന്ന് മറ്റു വകുപ്പുകൾക്ക് നൽകി കഴിഞ്ഞാൽ ആ വകുപ്പുകളുടെ കൂടെ സഹായത്തോടുകൂടി ആ വകുപ്പുകളിൽ വരുന്ന പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ പ്രധാനമുള്ള ഒരു വർക്ക്ഷോപ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് K. വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു.
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗൗരി മുഖ്യാതിഥിയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KP രഞ്ജിത്ത് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ P ബൈജു, ജസീം ഷക്കീൽ എന്നിവർ ക്ലാസ് എടുത്തു. C ഹരിദാസ്, GM ജ്യോതിസ് ജഗന്നാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ജോലി ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീസിന്റെ 71% മാത്രം ഈടാക്കുന്ന ഫ്രീഡം ഓഫറിന് കാസർഗോഡ് GTech കമ്പ്യൂട്ടർ സെന്ററിൽ തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയാണ് ഓഫർ കാലയളവ്. കാസർഗോഡ് ASI വേണുഗോപാലൻ ഫ്രീഡം ഓഫറിന്റെയും പ്ലേസ്മെന്റ് സെല്ലിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് ഫീസിന്റെ 71% മാത്രം ഈടാക്കുന്ന ഫ്രീഡം ഓഫറിന് കാസർഗോഡ് GTech കമ്പ്യൂട്ടർ സെന്ററിൽ തുടക്കമായി. കാസർഗോഡ് ASI വേണുഗോപാലൻ ഫ്രീഡം ഓഫറിന്റെയും പ്ലേസ്മെന്റ് സെല്ലിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രാജ്യം 71ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ വളരെ ഗംഭീരമായിട്ട് രാജ്യമെമ്പാടും നടക്കുന്ന വേളയിൽ GTech പോലുള്ള ഇങ്ങനെയുള്ള സംരംഭങ്ങൾ അതിൻ്റെ ഭാഗമാകുന്നതും അതിലേക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നതും നമുക്ക് അഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അതുപോലെ ഇവിടെ പഠിക്കാനെത്തുന്നവർക്കൊക്കെ വളരെ അഭിമാനം തോന്നിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളോടൊപ്പം ആദ്യമായിട്ട് പങ്കുചേരുകയാണ്. GTech ഈ ആഘോഷവേളയിൽ ഒരുക്കിയിരിക്കുന്നത് വളരെ അഭൂതപൂർവമായ ഒരു ഓഫറുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ആഗസ്റ്റ് 1 മുതൽ 15 വരെയാണ് ഓഫർ കാലയളവ്. രാജ്യം 71ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിലാണ് 71% മാത്രം ഫീസ് എന്ന ഓഫറുമായി GTech കമ്പ്യൂട്ടർ സെന്റർ രംഗത്ത് വന്നത്. പരിപാടിയിൽ ദീപക് ദേവദാസ്, വിനോദ് കുറ്റിക്കോൽ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളൊരു നല്ല രീതിയിൽ ഒരു പ്ലേസ്മെന്റ് സെല്ല് നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താ ഉദ്ദേശിച്ചാൽ ഇവിടെ ചേരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ജോലി വാഗ്ദാനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം ഒരു ജോലി എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനനുസരിച്ചുള്ള പ്ലേസ്മെന്റ് സെല്ല് സ്ട്രോങ് ആക്കാൻ പരിപാടി. ചൈൽഡ് പ്രൊട്ടക്ട് ടീം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് GHS കാസർഗോഡ് നടന്ന കൺവെൻഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് CK നാസർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് GHSൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കൺവെൻഷൻ ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് CK നാസർ ഉദ്ഘാടനം ചെയ്തു. ചിരി നല്ലൊരു ഔഷധമാണ്. നമ്മൾ പരസ്പരം ചിരിക്കാൻ പറ്റില്ല. നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മൾ സഹപാഠികൾ വരുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു നോക്കിയാൽ നല്ല സന്തോഷമാവില്ലേ? നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളെ അധ്യാപകർ വരുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു നോക്കിയാൽ ടീച്ചർക്ക് ഇഷ്ടാവും. അവൻ പുഞ്ചിരി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴും നല്ല പ്രസന്നവതനായി വേണം നമുക്ക് ഈ ക്ലാസ്സുകളിലേക്ക് അറ്റൻഡ് ചെയ്യാം. ചടങ്ങിൽ CPT ജില്ലാ പ്രസിഡന്റ് സഫറുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സുനിൽ മാളിയേക്കൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സംബന്ധിച്ച് ക്ലാസുകൾ കൈകാര്യം ചെയ്തു. സംസ്ഥാന ട്രഷറർ ഉമ്മർ പാടലെടുക്ക, ഉഷ, ഖാലിദ് പൗവൽ, സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെയും ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെയും ആഭിമുഖ്യത്തിൽ ലോക മുലയൂട്ടൽ വാരാഘോഷത്തിന് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയും ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക മുലയൂട്ടൽ വാരാഘോഷത്തിന് തുടക്കമായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാജാറാം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സമീന മുജീബ്, P ബിജു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അമ്മമാർക്കായി ഡോക്ടർ നാരായണ നായക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കാഞ്ഞങ്ങാട് നഗരത്തിൽ പുതിയ ഗതാഗത പരിഷ്കരണം നിലവിൽ വന്നു. ഓട്ടോറിക്ഷ പാർക്കിങ്ങിനും നിയന്ത്രണം. ഗതാഗതക്കുരുക്കൊണ്ട് വീർപ്പുമുട്ടുന്ന കാഞ്ഞങ്ങാട് നഗരത്തിന് ആശ്വാസമേകാൻ പുതിയ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വന്നു. തോന്നുംപടി പാർക്കിംഗ് നടത്തുന്ന സമ്പ്രദായത്തിന് അറുതി വരുത്താനാണ് നഗരസഭയും പോലീസും ചേർന്ന് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം അതത് വ്യാപാര സ്ഥാപനങ്ങൾ തന്നെ നൽകണമെന്നും നിർദ്ദേശമുണ്ടായി. കൂടുതൽ പാർക്കിംഗ് സൗകര്യത്തിനായി സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ പാർക്കിങ്ങിനായി ഏറ്റെടുത്തിട്ടുണ്ട്. നഗരത്തിലെ ഓട്ടോറിക്ഷകൾ ഫുട്പാത്തിനോട് ചേർന്ന് പാർക്ക് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ട്രാഫിക് സർക്കിൾ മുതൽ ഐസ്ലാൻഡ് വരെ ഓട്ടോ പാർക്കിംഗ് നിരോധിക്കാനും തീരുമാനമായി. പാണത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കോട്ടച്ചേരി പെട്രോൾ പമ്പിന് മുന്നിൽ വനിതാ സാരീസിന് മുന്നിൽ പാർക്ക് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ടൗൺഹാൾ പരിസരത്ത് സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പട്ടണം, വാഹനങ്ങളുടെ ബാഹുല്യം, കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായപ്പോൾ ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങളടക്കം പട്ടണത്തിലൂടെ പോകുന്ന സ്ഥിതി വന്നപ്പോൾ വലിയ പ്രയാസമാണ് ഇപ്പോൾ
കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗതാഗതം സുഗമമാക്കാൻ ഓരോ പോയിന്റുകളിലും കൂടുതൽ ട്രാഫിക് പോലീസുകാരെ നിയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുന്നതോടെ മാസങ്ങളായി കാഞ്ഞങ്ങാട് നഗരത്തിൽ നിലനിൽക്കുന്ന വാഹനക്കുരുക്കിനും മോചനമാകും. ഹരിത കേരള മിഷന്റെ മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രവർത്തന പദ്ധതിക്കായി കാഞ്ഞങ്ങാട് നഗരസഭ ഒരുങ്ങുന്നു. പദ്ധതിയുടെ മുന്നോടിയായി പരിശീലന പരിപാടി തുടങ്ങി. മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യമെന്ന സന്ദേശവുമായി നഗരസഭയിലെ മുഴുവൻ വീടുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. വാർഡ് തല റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലന പരിപാടി നടന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് പരിശീലനം നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ രാജ്യത്തിന്റെ ഐക്യം കാക്കും, അഖണ്ഡത കാത്തു സൂക്ഷിക്കും എന്നെല്ലാമാണ്. അതോടൊപ്പം ഈ സ്വാതന്ത്ര്യത്തിനെങ്കിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എടുക്കേണ്ട പ്രതിജ്ഞ മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നു. അത്രമാത്രം മാലിന്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുന്നുകൂടി. ആ മാലിന്യത്തെ നമുക്ക് എങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും നാട് കടക്കാൻ കഴിയും? വൈസ് ചെയർപേഴ്സൺ L. സുലൈഖ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉണ്ണികൃഷ്ണൻ, MP ജാഫർ, ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ MP സുബ്രഹ്മണ്യൻ, പള്ളിക്ക് രാധാകൃഷ്ണൻ, കൃഷ്ണൻകുട്ടമുത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രീനറി പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരം ലയൺസ് ക്ലബ്ബ് ദേശീയ പാതയോരത്ത് നട്ടുപിടിപ്പിച്ച വൃക്ഷത്തൈകൾ നശിപ്പിക്കപ്പെട്ടു. ആരോപണം നീലേശ്വരം നഗരസഭയുടെ ഹരിത പാതയോരം പദ്ധതിക്ക് നേരെ. പാതയോര നവീകരണത്തിന്റെ ഭാഗമായായിരുന്നു നശീകരണം. നീലേശ്വരം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഗ്രീനറി പദ്ധതി നടപ്പിലാക്കിയത്. കടിഞ്ഞിമുലയിലെ പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ PV ദിവാകരന്റെ ജീവനം പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. കരുവാച്ചേരി ദേശീയ പാതയോരത്താണ് തൈകൾ നട്ടത്. ഇവ വളർന്ന് ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ ആയിരുന്നു. ഇവയാണ് നഗരസഭയുടെ ഹരിത പാതയോരം പദ്ധതി ആരംഭിക്കാൻ നശിപ്പിച്ചു കളഞ്ഞതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. ഗ്രീനറി പദ്ധതിയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ചെയർമാൻ തന്നെയാണ് ഇവിടെ ശുചീകരണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ പറയുന്നു. വളരെയധികം അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്ന രംഗം കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് മുനിസിപ്പാലിറ്റിയുടെ JCB ആ വൃക്ഷത്തൈകളെ മാന്തി കളഞ്ഞ് അതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമവും പരിതാപകരമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്രീനറി ഇതുപോലുള്ള പച്ചപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ദിവാകരൻ കടിഞ്ഞുമൂല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഞങ്ങൾക്ക് 100ഓളം വൃക്ഷത്തൈകൾ തരികയും അത് ഞങ്ങൾ പരിപാലിച്ച് വരികയും ഈ വർഷം തന്നെ അതിൽ കളഞ്ഞുപോയ മോശമായിപ്പോയ വൃക്ഷത്തൈകൾ കൂടുതൽ നട്ടുപിടിപ്പിക്കാനും എല്ലാം തയ്യാറെടുക്കുന്ന ഇടയിലാണ് മുനിസിപ്പാലിറ്റിയുടെ ഈ ദീനരോധനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ നടപടി ഉണ്ടായത്. അതിന് മുനിസിപ്പാലിറ്റി തന്നെ മുൻകൈയെടുത്ത് അതിന് പരിഹാരമെന്നോണം അതിൻ്റെ ഇരട്ടിയെങ്കിലും വൃക്ഷത്തൈകൾ നടണമെന്നാണ് ലയൺസ് ക്ലബിൻ നീലേശ്വരത്തിൻ്റെ അഭിപ്രായവും. അത് നടപ്പാക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾക്കുണ്ട്. റോഡരിക് കാട് പിടിച്ചു കിടക്കുന്നതാണ് വൃക്ഷത്തൈകൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കാൻ നഗരസഭയെ പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന. പ്രധാന വാർത്തകൾ വീണ്ടും. NHN വെസ്റ്റ് സ്മാരക ട്രസ്റ്റും COAയും സംയുക്തമായി സ്ഥാപിച്ച സ്മാർട്ട് ക്ലാസ് റൂം നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം 2ാം വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണെന്ന് സ്പീക്കർ. കാസർകോട്ടെ മാധ്യമ സമൂഹം മുൻപേ പറക്കുന്ന പക്ഷിയാണെന്നും മാധ്യമപ്രവർത്തകർ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറണമെന്നും നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GST മൂലം വ്യാപാരികൾ ജയിലിൽ പോകേണ്ട അവസ്ഥയായെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസിറുദ്ദീൻ. GSTയുടെ മറവിലുള്ള വ്യാപകമായ കടപരിശോധന എതിർക്കുമെന്നും നസിറുദ്ദീൻ. പാചകവാതക സബ്സിഡി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രവർത്തകർ അടുപ്പുകൂട്ടി സമരവും AIYF പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും നടത്തി. കടനാടിപ്പാറയിലെ ബോക്സൈറ്റ് ഖനനവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാപുര കമ്പനി. സംസ്ഥാന സർക്കാരിന് ഖനനത്തോട് എതിർപ്പില്ലെന്ന് കമ്പനിയുടെ വാദം. ആഗസ്റ്റ് 5 നടത്തുന്ന പൊതു തെളിവെടുപ്പ് തടയുമെന്ന് ജനകീയ സമിതിയുടെ മുന്നറിയിപ്പ്. മംഗൽപാടി സർക്കാർ ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് പൗരസമിതി പ്രവർത്തകർ. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.